ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 4-ലെ ഇംഗ്ലീഷാണ്. യൂണിറ്റ് 4 ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ്, സന്തോഷകരമായ കടികൾ എന്നാണ്. ആദ്യം തന്നെയുള്ള പിക്ചറിൽ കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലേ, ഒരു ഡൈനിങ് ടേബിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. കുറച്ച് പേരിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു വിഷ്വൽ പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. ഫുഡ് ഈസ് എ കോമൺ ഗ്രൗണ്ട്, എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് എന്നാണ് ജെയിംസ് ബ്രെഡ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് ലുക്ക് എറ്റ് ദ പിക്ചർ. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു കുട്ടി ഭക്ഷണം കഴിക്കുകയാണ്. ആ കുട്ടിയുടെ അമ്മ പുറത്ത് ഡോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ഡോറിൻ്റെ പുറത്തുള്ളത് ആരാണ്? വേറൊരു ആൺകുട്ടിയാണ് അല്ലേ. ഒരു ആൺകുട്ടി ചിലപ്പോൾ നെയ്ബർ ആയിരിക്കാം, ഡോറിന് പുറത്തുണ്ട്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് 2 ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഗേൾ ഡൂയിങ്? ആ പെൺകുട്ടി എന്താണ് ചെയ്യുന്നത്? ആ പെൺകുട്ടി ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. ദ ഗേൾ ഈസ് ഹാവിങ് ഹർ ഫുഡ്. വാട്ട് വിൽ യു ഡു ഇഫ് സമ്മൺ കംസ് ടു യുവർ ഹൗസ് വൈൽ യു ആർ ഹാവിങ് യുവർ ഫുഡ്? നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പം ഞാൻ എഴുതിയിരിക്കുന്നത് ഇൻവൈറ്റ് ദം ടു ജോയിൻ അസ് ടു ഹാവ് ഫുഡ്. അപ്പോൾ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരോട് ജോയിൻ ചെയ്യാൻ പറയും. അവരോടും വരും നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അവരെയും ഇൻവൈറ്റ് ചെയ്യും, ക്ഷണിക്കും എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ദർ ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് എ സ്പെഷ്യൽ സൂപ്പ്. ലെറ്റ് us റീഡ് ആൻഡ് എൻജോയ്. അടുത്തത് നമുക്കൊരു സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ സൂപ്പ് ഉണ്ടാക്കുന്ന ഒരു കഥയാണ്, ദ സ്റ്റോൺ സൂപ്പ്. അപ്പോൾ സ്റ്റോറിയുടെ പേരെന്താണ്? ദ സ്റ്റോൺ സൂപ്പ് എന്നാണ്. കല്ല് കൊണ്ടുള്ള സൂപ്പ്, കല്ല് സൂപ്പാണ് നമ്മൾ വായിക്കാൻ പോകുന്ന സ്റ്റോറി. ദ ജേണി. ഫസ്റ്റ് പാർട്ട് ദ ജേണിയാണ്. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. അപ്പോൾ അതൊരു ഭയങ്കര ചൂടുള്ള ഒരു ദിവസമായിരുന്നു. സൂര്യൻ ഇങ്ങനെ നന്നായിട്ട് പ്രകാശിച്ച് നിൽക്കുന്ന ഒരു സണ്ണി ഡേ ആയിരുന്നു. എ യങ് ട്രാവലർ, ഒരു യുവയാത്രക്കാരൻ, ഒരു യാത്രികൻ, സഞ്ചാരി ഒരു വില്ലേജിലെത്തി, ഒരു ഗ്രാമത്തിലെത്തി. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക, എത്തി. റീച്ച്ഡ്, അറൈവ്ഡ്. ഹി വാസ് എക്സോസ്റ്റഡ് ആൻഡ് ഹംഗ്രി. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്ഷീണിതനായിരുന്നു. ആൻഡ് ഹംഗ്രി, വിശപ്പും ഉണ്ടായിരുന്നു, ക്ഷീണവും ഉണ്ടായിരുന്നു. ഹി വാസ് എക്സോസ്റ്റഡ് ആൻഡ് ഹംഗ്രി. ദ സ്ട്രീറ്റ്സ് വെയർ എംപ്റ്റി. ആ ഗ്രാമത്തിലുള്ള വഴി വിജനമായിരുന്നു. സ്ട്രീറ്റ്സ് എംപ്റ്റി ആയിരുന്നു. എംപ്റ്റി എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത വഴികളാണ്. അപ്പോൾ വിജനമായിട്ടുള്ള വഴികളായിരുന്നു. എവ്രി വിൻഡോ ആൻഡ് ഡോർ വാസ് ലോക്ക്ഡ്. എല്ലാ ജനലുകളും വാതിലുകളും അടച്ചിട്ടിരിക്കുകയായിരുന്നു. ദ വില്ലേജ് സീംഡ് ആൻ അൺഫ്രണ്ട്ലി പ്ലേസ്. ആ വില്ലേജ്, ആ ഗ്രാമം ഒരു അത്ര ഫ്രണ്ട്ലി അല്ലാത്ത, അത്ര ആളുകളോട് മിങ്കിൾ ചെയ്യുന്ന, ഇണങ്ങുന്ന ഒരു ഗ്രാമം പോലെ ഈ സഞ്ചാരിക്ക് തോന്നിയില്ല. അൺഫ്രണ്ട്ലി ആയിരുന്നു, സൗഹൃദപരമല്ലാത്ത ഒരു ഗ്രാമം. ദ ഹോപ്പ്. അടുത്ത പേജിൽ നമുക്ക് ദ ഹോപ്പ് ആണ് തന്നിട്ടുള്ളത്. ആ പിക്ചറിനകത്ത് ഒരു വീടിൻ്റെ ഒരു ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നുണ്ട്. ഈ സഞ്ചാരി അവരോട് എന്തോ സംസാരിക്കുന്നതാണ് രണ്ടാമത്തെ പിക്ചർ. ദ ഹോപ്പ്. അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു എ സ്മോൾ കോട്ടേജ്. ഹി നോക്ക്ഡ് അറ്റ് ദ ഡോർ ആൻഡ് ദ ഓൾഡ് വുമൺ പീക്ഡ് ആൻഡ് ഓപ്പൺഡ് ദ ഡോർ. അപ്പോൾ അവസാനം ഒരു ഒരു ചെറിയ വീടിൻ്റെ മുന്നിലെത്തി. ഈ സഞ്ചാരി വാതിലിൽ കൊട്ടി. നോക്ക്ഡ് എന്ന് പറഞ്ഞാൽ വാതിലിൽ മുട്ടുക. ആൻഡ് അൻ ഓൾഡ് വുമൻ പീക്ഡ് ഔട്ട്. ഒരു പ്രായമായ സ്ത്രീ ആ ഡോറിൽ കൂടെ പീക്ഡ് ഔട്ട്. പീക്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ തല മാത്രം പുറത്തേക്ക് ഇട്ടിട്ട് ഒളിഞ്ഞു നോക്കുക, അതാണ് പീക്ഡ് ഔട്ട്. ആൻഡ് ഓപ്പൺ ദ ഡോർ. ഡോറ് തുറന്നു. തല ആദ്യമേ പുറത്തിട്ട് ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് നോക്കിയിട്ട് ആ ഡോറ് തുറന്നു. ഹൂ ആർ യു? ഷീ ആസ്ക്ഡ്. ഐ ആം എ ട്രാവലർ ആൻഡ് ഐ ആം വെരി ഹംഗ്രി, ഹി സെഡ്. അപ്പോൾ ഈ സ്ത്രീ ചോദിക്കുകയാണ്, പ്രായമായ സ്ത്രീ, ഓൾഡ് വുമൻ ചോദിക്കുകയാണ്, ഹൂ ആർ യു? നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ഐ ആം എ ട്രാവലർ എന്ന് പറയും, ഞാനൊരു സഞ്ചാരിയാണ്. ആൻഡ് ഐ ആം വെരി ഹംഗ്രി, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്നും ഇയാൾ പറയും. കുഡ് യു പ്ലീസ് ഗിവ് മീ സംതിങ് ടു ഈറ്റ്? എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാമോ എന്നാണ് ഇയാൾ പിന്നെ ചോദിക്കുന്നത്. വി ആർ ഓൾ വെരി പുവർ, ദ വുമൻ സെഡ്. അപ്പോൾ ഈ സ്ത്രീ പറയാണ്, ഞങ്ങൾ ഇവിടെ എല്ലാവരും പാവപ്പെട്ടവരാണ്, ഞങ്ങൾ വളരെ പാവപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങൾ അതിലധികം പൈസ ഒന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് പാവപ്പെട്ട ആൾക്കാരാണെന്ന് പറയും.
വി ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ അവർ സെൽസ്. ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെ ഫുഡ് തികയുന്നില്ല, ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെ ആവശ്യത്തിന് ഭക്ഷണം ഇല്ല. ആൻഡ് ഷീ ക്ലോസ് ദ ഡോർ എന്ന് പറഞ്ഞിട്ട് ഇവർ വാതിൽ പൂട്ടും. വൈ ഡിഡ് ദ ഓൾഡ് വുമൻ റിഫ്യൂസ് ടു ഷെയർ ഫുഡ് വിത്ത് ദ ട്രാവലർ? ഇപ്പോൾ ഓൾഡ് വുമൺ എന്തുകൊണ്ടാണ് ആ ട്രാവലറുമായിട്ട്, സഞ്ചാരിയായിട്ട് ഭക്ഷണം ഷെയർ ചെയ്യാനായിട്ട്, പങ്കുവെക്കാനായിട്ട് ഇഷ്ടപ്പെടാതെ ഡോറ് പൂട്ടിയത് എന്തുകൊണ്ടാണ്? ദ ഓൾഡ് വുമൻ റിഫ്യൂസ് ടു ഷെയർ ഫുഡ് ബിക്കോസ് ഷീ ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ ഹെർ ഫാമിലി. അവർക്ക് ആവശ്യത്തിന് അവർക്ക് കഴിക്കാൻ തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നില്ല എന്നാണ് ആ സ്ത്രീ അവരോട് പറഞ്ഞത്. ഡു യു എഗ്രി വിത്ത് വാട്ട് ഷീ സെഡ്? അവർക്ക് അവർ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോ, ഇല്ല, നമ്മൾ യോജിക്കുന്നില്ല. ഷീ കുഡ് ഹാവ് ഷെയർഡ് ദ ഫുഡ് വിത്ത് ദ ട്രാവലർ. അവർക്ക് ഉള്ള ഭക്ഷണം അവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാമായിരുന്നു. അപ്പോൾ ദ സ്റ്റോൺ സൂപ്പ് എന്നാണ് അടുത്ത ഒരു ഹെഡിങ്. കല്ല് കൊണ്ടുള്ള സൂപ്പ്, കല്ല് സൂപ്പ്. ദ ട്രാവലർ പിക്ഡ് അപ്പ് എ റൗണ്ട് സ്റ്റോൺ ഫ്രം ഹിസ് ബാഗ് ആൻഡ് നോക്ക്ഡ് എഗെയിൻ. ട്രാവലർ സഞ്ചാരിയുടെ ബാഗിൽ നിന്നൊരു ഉരുളൻ കല്ലെടുക്കും, എന്നിട്ട് വീണ്ടും ഡോറിൽ മുട്ടും, കതവിൽ വീണ്ടും മുട്ടും. ദ ഓൾഡ് വുമൺ ഓപ്പൺ ദ ഡോർ. വീണ്ടും ഈ പ്രായമായ സ്ത്രീ വന്ന് ഡോറ് തുറക്കും. വാട്ട് നൗ? ഇനി എന്താണ്? ഷീ ആസ് ഫീലിംഗ് ഇറിറ്റേറ്റഡ്. ഭയങ്കര ഇറിറ്റേഷനോടെയാണ് വന്ന് ചോദിക്കുന്നത് എന്താണ് ഇനി എന്താണെന്നുള്ള ഒരു ശുണ്ടി പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് അവർ വന്ന് ചോദിക്കുന്നത്. വാട്ട് നൗ? ഷീ ആസ് ഫീലിംഗ് ഇറിറ്റേറ്റഡ്. ഐ ആം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ അനൗൺസ്ഡ്. ഇറ്റ്സ് ഡെലിഷ്യസ്. അപ്പോൾ ട്രാവലർ പറയാണ്, ഞാൻ ഒരു സ്റ്റോണിൻ്റെ സൂപ്പ്, ഒരു കല്ലുകൊണ്ടുള്ള ഉരുളൻ കല്ലുകൊണ്ടുള്ള സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ് എന്ന് പറയും. അത് നല്ല സ്വാദാണ്, നല്ല രുചിയുള്ള സൂപ്പാണെന്ന് പറയും. സ്റ്റോൺ സൂപ്പ്. ദ വുമൻ ഗിഗിൾഡ്. അപ്പോൾ വുമൺ എന്ത് ചെയ്യും? ആ സ്ത്രീക്ക് അതൊരു തമാശ ആയിട്ടാണ് തോന്നിയത്. അവരൊരു തമാശയ്ക്കൊന്നു ചിരിക്കും, തമാശ കേട്ട പോലെ ചിരിക്കും. ചിരിച്ചിട്ട് ചോദിക്കും, സ്റ്റോൺ സൂപ്പോ? അതെന്ത് സൂപ്പാണ്? ഹൗ ക്യാൻ യു മേക്ക് സൂപ്പ് ഫ്രം സ്റ്റോൺ? എങ്ങനെയാണ് സ്റ്റോണിൽ നിന്ന് സൂപ്പ് ഉണ്ടാക്കുന്നത്? കല്ലുകൊണ്ട് എങ്ങനെയാണ് നീ സൂപ്പ് ഉണ്ടാക്കാൻ പോകണമെന്ന് ചോദിക്കും. ഓ യെസ് ഐ ക്യാൻ, ദ ട്രാവലർ സെഡ്. ട്രാവലർ പറയും, ഓ എനിക്കതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഹീ ലുക്ക്ഡ് സോ കോൺഫിഡൻറ്റ്. ദ വുമൻ ലെറ്റ് ഹിം ഇൻ. അപ്പോൾ അവൻ ഭയങ്കര ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്, എനിക്ക് കല്ലുകൊണ്ടൊക്കെ സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ദ വുമൻ ലെറ്റ് ഹിം ഇൻ. അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്യും? എന്നെ കയറി വാ, നീ ഒന്ന് സൂപ്പ് ഉണ്ടാക്കണം, ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ ഉള്ളിലേക്ക് കയറ്റും. വൈ ഡിഡ് ദ ഓൾഡ് വുമൻ ഗിഗിൾ? എന്തിനാണ് ഈ പ്രായമായ സ്ത്രീ ചിരിച്ചത്? ദ ഓൾഡ് വുമൻ ഗിഗിൾ ബിക്കോസ് ദ ട്രാവലർ ടോൾഡ് ഹെർ ദാറ്റ് ഹി വാസ് ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ്. ട്രാവലർ സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞത് കേട്ടിട്ടാണ് ഈ വുമൻ ചിരിച്ചത്. വൈ ഡിഡ് ദ ഓൾഡ് വുമൻ ലെറ്റ് ദ ട്രാവലർ ഇൻ? അപ്പോൾ എന്തിനാണ് ഈ പ്രായമായ സ്ത്രീ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ട്രാവലറിനെ കയറ്റിയത്? എന്തിനാണ് ഉള്ളിലേക്ക് വരാനുള്ള അനുവാദം കൊടുത്തത്? ദ ട്രാവലർ ലുക്ക്ഡ് സോ കോൺഫിഡൻറ്റ് സോ ഷീ ലെറ്റ് ഹിം ഇൻ. അപ്പോൾ ഈ ഒരു സൂപ്പിൻ്റെ കാര്യത്തിൽ ട്രാവലറിന് നല്ല ആത്മവിശ്വാസം പോലെ തോന്നി. ഇവൻ എന്നാളും കല്ല് സൂപ്പ് ഉണ്ടാക്കും എന്ന് അവർക്ക് തോന്നി അവൻ്റെ ആ സംസാരത്തിൽ. അതുകൊണ്ടാണ് അവനകത്തേക്ക് കയറ്റിയത്. ഇനി അടുത്ത പിക്ചറിനകത്ത് അവർ കുക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ദ ഡെലീഷ്യസ് ഡിഷ്. സ്വാദിഷ്ടമായ ഭക്ഷണം. ഫിൽ ദ പോട്ട് വിത്ത് വാട്ടർ, പുട്ട് ഇറ്റ് ഓൺ ദ ഫയർ, സെറ്റ് ദ യങ് ട്രാവലർ. അപ്പോൾ ആ സഞ്ചാരി പറയാണ്, ഈ പാത്രത്തിൽ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് അത് തീയുടെ മേലെ വെക്കുക. ദ ഓൾഡ് വുമൻ ഡിഡ് സോ. പ്രായമായ സ്ത്രീ അതൊക്കെ ചെയ്തു കൊടുത്തു. വെള്ളം നിറച്ചു, തീ കത്തിച്ചു, ആ വെള്ളത്തിൻ്റെ പാത്രം തീയിൽ അടുപ്പിൽ വെച്ച് കൊടുത്തു. സൂൺ ദ വാട്ടർ ബിഗാൻ ടു ബബിൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം തിളക്കാൻ തുടങ്ങി. ദ ട്രാവലർ വാഷ് ദ ബിഗ് റൗണ്ട് സ്റ്റോൺ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട്. ട്രാവലർ എന്ത് ചെയ്തു? ആ ഉരുളൻ കല്ല് കഴുകിയിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ടു, തിളക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടു. ഹി സ്റ്റിർ ദ സ്റ്റൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അവൻ എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ആ പാത്രത്തിൽ സൂപ്പ് ഇളക്കാൻ തുടങ്ങി. റൗണ്ടായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇളക്കാൻ തുടങ്ങി. ആസ് ഹി സ്റ്റിയർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. അപ്പം അവൻ ഈ ഇളക്കുന്ന സമയത്ത് അവനൊരു പാട്ട് മൂളിക്കൊണ്ടാണ് ഇളക്കുന്നത്. ഹം എന്ന് പറഞ്ഞാൽ മൂളുക. എ ലിറ്റിൽ ട്യൂൺ, ഒരു ചെറിയ വരി, ഏതോ ഒരു ചെറിയ വരി അവൻ പാട്ട് പാടുന്നുണ്ട്, ഹം ചെയ്യുന്നുണ്ട്, മൂളുന്നുണ്ട്. ദെൻ ഹി ടേസ്റ്റഡ് ഇറ്റ് ആൻഡ് സെഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. അപ്പോൾ ഇവൻ കുറച്ച് സമയം ഇളക്കിയ ശേഷം ആ പാത്രത്തിൽ ഇളക്കിയ ശേഷം കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയും, ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബട്ട് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് എ ബിറ്റ് ഓഫ് ബട്ടർ വുഡ് മേക്ക് ഇറ്റ് ബെറ്റർ. കുറച്ച് ഉപ്പും ഒരു ചെറിയ പീസ് ബട്ടറും, കുറച്ച് ബട്ടറും ഒരു ചെറിയൊരു കഷ്ണം ബട്ടറും തരൂ,
അത് കൂടി ഉണ്ടെന്നാണെങ്കിൽ ഇത് നന്നായിട്ടുണ്ടാകും, നല്ല ടേസ്റ്റി ആയിരിക്കും എന്നാണ് ഇവൻ പറയുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് രുചിച്ച് നോക്കിയിട്ട് അവൻ പറയും. ദ ഓൾഡ് വുമൻ ഹാഡ് സം സോൾട്ട് ആൻഡ് ബട്ടർ, സോ ഷീ ആഡഡ് ദം ടു ദ പോട്ട്. ഇപ്പോൾ ഓൾഡ് വുമൻ്റെ കയ്യിൽ ഉപ്പും ഉണ്ടായിരുന്നു, ബട്ടറും ഉണ്ടായിരുന്നു, വെണ്ണയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കൊടുക്കും. അവർ വന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കും, കുറച്ച് വെണ്ണയും ആഡ് ചെയ്ത് കൊടുക്കും. ക്യാൻ ദ യങ് ട്രാവലർ റിയലി മേക്ക് സൂപ്പ് വിത്ത് ബട്ടർ, സോൾട്ട് ആൻഡ് സ്റ്റോൺ? അപ്പോൾ കല്ലും ഉപ്പും ബട്ടറും കൊണ്ട് മാത്രം ഇവന് ഈ ട്രാവലറിന് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കല്ലും ബട്ടറും ഉപ്പും മാത്രമായിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കില്ല അല്ലേ? ഇനി അടുത്ത പിക്ചറിൽ കാണുന്നത് ഈ ഓൾഡ് ലേഡി ഒനിയനും അവരുടെ വെജിറ്റബിൾ റാക്കിൽ നിന്ന് ഒനിയനൊക്കെ എടുക്കുന്ന ഒരു പിക്ചറാണ്. ദ ഇൻഗ്രീഡിയൻസ്, അടുത്ത ഹെഡിങ് ദ ഇൻഗ്രീഡിയൻസ് എന്നാണ്. ചേരുവകൾ എന്തെല്ലാമാണ്, ചേരുവകൾ എന്നാണ് അടുത്ത ഹെഡിങ്. ഇൻ ദ ഈസ് ദ സൂപ്പ് റെഡി ആസ് ദ ഓൾഡ് വുമൻ. അപ്പോൾ ആ ഓൾഡ് വുമൻ ചോദിക്കുകയാണ്, സൂപ്പ് റെഡിയായോ എന്ന് ചോദിക്കും. ഓ നോ നോട്ട് യെറ്റ് സെഡ് ദ യങ് ട്രാവലർ. ഇപ്പോൾ ട്രാവലർ പറയാ എടുത്ത് ഓൾഡ് വുമൻ ചോദിക്കും, സൂപ്പ് റെഡിയായോ? ട്രാവലർ പറയേ ഇല്ല ഇല്ല ഇല്ല, കുറച്ചുകൂടി റെഡി ആവാനുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്, പക്ഷെ കറക്റ്റായിട്ട് അങ്ങോട്ട് ആയിട്ടില്ല. ഇറ്റ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിങ്. ഇത് നല്ല ടേസ്റ്റിയാണ്, സ്വാദുള്ളതുമാണ്, നമുക്ക് ഒരു തൃപ്തി തരുന്നതുമാണ് എന്ന് പറയും. ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ ടേസ്റ്റാണ് ഇതിനുള്ളത്, നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല ഇതിൻ്റെ ടേസ്റ്റ്. ബട്ട് an onion or two would make it tastier. പക്ഷേ ഒന്നോ രണ്ടോ സവാളയും കൂടി സവാളയും കൂടി മുറിച്ചിട്ടാൽ ഇത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും, ഇപ്പോൾ ഉള്ള ടേസ്റ്റിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ദ ഓൾഡ് വുമൻ സ്ലൈസ് സം ഒനിയൻ ആൻഡ് ആഡഡ് ദം ടു ദ പോട്ട് വിത്ത് എ സൂപ്പ് സ്റ്റോൺ. അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു, ഈ പ്രായമായ സ്ത്രീ 2-3 ഒനിയൻ എടുത്തിട്ട് സവാള എടുത്തിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഈ പോട്ടിലേക്ക് ഇട്ട് കൊടുത്തു, ഈ പാത്രത്തിലേക്ക് കല്ലിൻ്റെയും ബട്ടറിൻ്റെയും സോൾട്ടിൻ്റെയൊക്കെ ഉള്ളിലേക്ക് ഇതും ഇട്ട് കൊടുത്തു, ഒനിയനും ഇട്ട് കൊടുത്തു. ദ ആരോമ സ്പ്രെഡ് ഔട്ട് ത്രൂ ദ വിൻഡോ ഡ്രോയിങ് ദ അറ്റൻഷൻ ഓഫ് എ നെയ്ബർ. അപ്പോൾ ഇതിൻ്റെ ഈ സൂപ്പ് തിളക്കണ മണം വരാൻ തുടങ്ങി. മണം വന്നത് അപ്പുറത്തെ നെയ്ബർ, അയൽ വീട്ടുകാർ കൂടി വന്നു. അയൽ വീട്ടിലുള്ള ആൾ ആ മണം കേട്ടിട്ട് അയാളുടെ അറ്റൻഷനും കൂടി അവർക്ക് ആ മണം കൊണ്ട് അവർക്ക് കിട്ടി. വാട്ട് ആർ യു കുക്കിംഗ് ഹി ആസ്റ്റ്. അയാൾ വേഗം ഈ വീട്ടിലേക്ക് വന്നു. നീ എന്താണ് ഉണ്ടാക്കണേന്ന് ചോദിക്കും. സ്റ്റോൺ സൂപ്പ് ദ ട്രാവലർ സെഡ്. ഇപ്പോൾ സഞ്ചാരി പറയാണ്, ഞാൻ സ്റ്റോൺ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. സ്റ്റോൺ സൂപ്പ്, ഐ ഹാഡ് നെവർ ഹേർഡ് ഓഫ് സച്ച് എ തിങ്. സ്റ്റോൺ സൂപ്പോ, ഞാനിങ്ങനൊരു സാധനത്തിനെ പറ്റി ഇതുവരെ കേട്ടിട്ടേ ഇല്ല. സെഡ് ദ വില്ലേജർ. അപ്പോൾ ആ ഒരു ഗ്രാമവാസി പറയും, ഞാനിങ്ങനൊരു സാധനത്തിനെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ല. യെസ് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സൂപ്പ്. അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സൂപ്പാണ്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഈ സൂപ്പിലിടാൻ വേണ്ടിയിട്ട്? ദ ട്രാവലർ ആസ്റ്റ്. സഞ്ചാരി ചോദിക്കും, സഞ്ചാരി ഈ വില്ലേജറിനോട് ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് വരുമെന്ന്. യെസ് ഐ ഹാവ് സം ടേർണിപ്സ് ആൻഡ് ബീൻസ്. കുറച്ച് ടേർണിപ്പും ബീൻസും എൻ്റെ കയ്യിലുണ്ട്. ദ നെയ്ബർ റിപ്ലൈഡ്. അപ്പോൾ ടേർണിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബീട്രൂട്ടൊക്കെ പോലെ തന്നെയുള്ള വൈറ്റ് കളറിലുള്ളൊരു റൂട്ട് വെജിറ്റബിൾ ആണ്. അതുപോലെ ബീൻസും അത് രണ്ടും ഇവർ കൊണ്ടുവന്ന് ആഡ് ചെയ്യും. ഹി റാൻ ഹോം ബ്രോട്ട് ദം ആൻഡ് ആഡഡ് ടു ദ പോട്ട്. അപ്പോൾ ഈ നെയ്ബർ അയൽവാസി എന്ത് ചെയ്തു, വേഗം വീട്ടിലേക്ക് ഓടി എന്നിട്ട് ഈ ടർണിപ്പും ബീൻസും കൊണ്ടുവന്ന് കൊടുത്തു. വൈ ഡിഡ് ദ നെയ്ബർ കം ടു ദ വുമൻസ് ഹൗസ്. അപ്പോൾ എന്തുകൊണ്ടാണ് അയൽവാസി ആ പ്രായമായ സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നത്? ദ ആരോമ ഓഫ് ദ സൂപ്പ് ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദ നെയ്ബർ. ഈ സൂപ്പിൻ്റെ ആരോമ എന്ന് പറഞ്ഞാൽ മണം, ആ ഫ്ലേവറിൻ്റെ സ്മെല്ല്, അതാണ് ഇയാളെ ഇവിടെ എത്തിച്ചത്, ഈ നെയ്ബറിനെ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തിച്ചത്. വാട്ട് അതർ ഇൻഗ്രീഡിയൻസ് ക്യാൻ ബി ആഡഡ് ടു മേക്ക് ദ സൂപ്പ് ബെറ്റർ. അപ്പം ഇനി എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും സൂപ്പും ബെറ്റർ ആകാൻ വേണ്ടി? ഇനി എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം. ഒരു ലേഡി ഇരുന്നിട്ട് ക്യാരറ്റ്സ് എടുക്കുന്ന ഒരു ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു പിക്ചറാണ് കാണുന്നത്. അപ്പോൾ ക്യൂരിയോസിറ്റി എന്നാണ് അടുത്ത ഹെഡിങ്ങിൻ്റെ പേര്. ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രേഞ്ച് ഡിഷ് സ്റ്റോൺ സൂപ്പ്. അപ്പോൾ ആ ഗ്രാമവാസികളെല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. എന്തോ ഒരു കല്ലുകൊണ്ടുള്ള സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗ്രാമവാസികളെല്ലാം അറിഞ്ഞു അത്. വൺ ബൈ വൺ ദേ ഫോളോഡ് ദ ഡെലീഷ്യസ് അരോമ. ഓരോരുത്തരായിട്ട് ഈ സ്മെല്ല് കൊണ്ട് അയൽപക്കത്തുള്ള ഓരോരുത്തർ ഈ സ്മെല്ലിൻ്റെ ഒരു വിളിയിൽ എല്ലാവരും വരാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി.
ഈസ് ദ സൂപ്പ് റെഡി ആസ് ദ വില്ലേജേഴ്സ്. അപ്പോൾ ഈ ഗ്രാമവാസികൾ വന്ന് അക്ഷമരായി നിൽക്കുന്നതാണ്, ഇത് സൂപ്പ് റെഡിയായോ സൂപ്പ് റെഡിയായോ എന്ന് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ നോ നോട്ട് യെറ്റ് സെറ്റ് ദ യങ് ട്രാവലർ. അപ്പോൾ ഈ സഞ്ചാരി പറയുകയാണെങ്കിൽ ഇല്ല 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 ആയിട്ടില്ല ആയിട്ടില്ല. ദിസ് സൂപ്പ് ഈസ് ഗുഡ് ബട്ട് എ ക്യാരറ്റ് ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. ഈ സൂപ്പ് നല്ലതാണ്, പക്ഷേ ഒന്നോ രണ്ടോ ക്യാരറ്റും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളതായിരിക്കും എന്ന് ഈ സഞ്ചാരി പറയും. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ സെറ്റ് എ യങ് ലേഡി. അപ്പോൾ ഒരു യുവതി വന്നിട്ട് പറയുകയാണ്, ശരി ഞാൻ എൻ്റെ തോട്ടത്തിൽ പോയി കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇവർ ക്യാരറ്റ് എടുക്കാൻ പോകും. ഷീ പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം എ ഗാർഡൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ദ ഓൾഡ് വുമൻസ് ഹൗസ്. അവൾ അവളുടെ തോട്ടത്തിൽ പോയി നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ക്യാരറ്റ്സ് പറിച്ചിട്ട് വരും. എന്നിട്ട് ഈ വുമൻ്റെ ഹൗസിലേക്ക് വരും. ഈ പ്രായമായ സ്ത്രീയുടെ സൂപ്പ് ഉണ്ടാക്കുന്ന വീട്ടിലേക്ക് എത്തി. ദെൻ ഷീ ചോപ്ഡ് ആൻഡ് ആഡഡ് ദം ടു ദ സൂപ്പ്. അത് കഴിഞ്ഞിട്ട് അവൾ അത് കട്ട് ചെയ്ത് ആ ക്യാരറ്റ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, സൂപ്പിലേക്ക് ആഡ് ചെയ്യും. ദ ട്രാവലർ സ്റ്റിർ ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. ട്രാവലർ വീണ്ടും ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്, റൗണ്ടിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആസ് ഹീ സ്റ്റേർഡ് ഹീ ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. ഇവൻ ഇത് ഇളക്കണതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു പാട്ട് പാടുന്നുണ്ട്. വാട്ട് ഹാപ്പൻ വെൻ ദ സൂപ്സ് അരോമ സ്പ്രെഡ്. അപ്പോൾ ഈ സൂപ്പിൻ്റെ മണം അവിടെ മുഴുവൻ വ്യാപിച്ചപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചത്? മോർ പീപ്പിൾ ഫ്രം ദ വില്ലേജ് കെയിം ടു ദ വുമൻസ് ഹൗസ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് ഈ മണം കേട്ട് വന്നു. അതാണ് അവിടെ സംഭവിച്ചത്. ഓൺ റീച്ചിങ് ദ ഗാർഡൻ വാട്ട് ഡിഡ് ദ ലേഡി ഡു. ലേഡി ഒരു യുവതി വന്നെന്ന് പറഞ്ഞില്ലേ, ആ യുവതി എന്താ ചെയ്തത്? ഗാർഡനിൽ പോയിട്ട് എന്താണ് ചെയ്തത്? ഷീ പുൾഡ് ഫ്രഷ് ക്യാരറ്റ്സ് ടു ആഡ് ടു ദ സൂപ്പ്. അവരെന്ത് ചെയ്തു? അവർ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്സ് പറിച്ചെടുത്തിട്ട് വന്നു ആ സൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതിനകത്ത് വേറൊരു മനുഷ്യൻ, ഒരു പ്രായമായ മനുഷ്യൻ എന്തോ ഒരു സാധനം ഇവർക്ക് കൊടുക്കുന്നുണ്ട് സൂപ്പിലിടാൻ വേണ്ടിയിട്ട്. അപ്പം അതെന്താന്ന് നോക്കാം. ദ ഹാപ്പിനെസ്, സന്തോഷം എന്നാണ് അടുത്ത ഹെഡിങ് വന്നിട്ടുള്ളത്. ഈസ് ദിസ് സൂപ്പ് റെഡി ആസ് അനദർ വില്ലേജർ. അപ്പം അടുത്തൊരു ഗ്രാമവാസി വയ്ക്കണ, സൂപ്പ് ഇപ്പോഴെങ്കിലും റെഡി ആയോ? ഓ നോ നോ നോട്ട് യെറ്റ് സെറ്റ് ദ യങ് ട്രാവലർ. അപ്പോൾ യങ് ട്രാവലർ സഞ്ചാരി പറയുകയാണേ ഇല്ല 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 ആയിട്ടില്ല. ദിസ് സൂപ്പ് ഈസ് ഡെലീഷ്യസ് ബട്ട് ചിക്കൻ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ ഈവൻ ബെറ്റർ. അപ്പം ഈ സൂപ്പ് നല്ല ടേസ്റ്റിയാണ്, നല്ല ഡെലീഷ്യസ് ആണ്, പക്ഷേ കുറച്ച് ചിക്കനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആയേനെ. ഹിയറിങ് ദിസ് an old farmer went to his house and brought a chicken. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമവാസിയായിട്ടുള്ള ഒരു കർഷകൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട് ഒരു ചിക്കൻ എടുത്തിട്ട് വന്നു. The old woman and the traveler cut the chicken and put it into the pot along with the carrots, the onion and the soup stone. അപ്പോൾ ഈ പ്രായമായ സ്ത്രീയും നമ്മുടെ സഞ്ചാരിയും കൂടി എന്ത് ചെയ്തു? ഈ ചിക്കനെ കട്ട് ചെയ്തു, എന്നിട്ട് ഈ പോട്ടിലേക്ക് ആഡ് ചെയ്തു. ഈ പാത്രത്തിലേക്ക്, നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, ക്യാരറ്റും ഒനിയനും സൂപ്പിൻ്റെ സ്റ്റോണും ഒക്കെ ഉള്ള ആ പാത്രത്തിലേക്ക് ചിക്കനെയും കൂടി കട്ട് ചെയ്തിട്ടു. ഫൈനലി ദ യങ് ട്രാവലർ സ്പ്രിങ്കിൾ സ്പൈസസ് ഇൻ ടു ദ പോട്ട്. ഏറ്റവും അവസാനം ഈ സഞ്ചാരി എന്ത് ചെയ്തു? കുറച്ച് സ്പൈസസ് ഇട്ടു, കുറച്ച് പട്ട കറിയാമ്പൂ ഒക്കെ ഉണ്ടല്ലോ, പല വ്യഞ്ജനങ്ങൾ, അതെടുത്ത് ഇതിനകത്തേക്ക് സ്പ്രിങ്കിൾ ചെയ്തു, ഒന്ന് വെതറിയിട്ടു. ഹി സ്റ്റേർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. വീണ്ടും അത് സൂപ്പ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു, റൗണ്ടിൽ ഇളക്കിക്കൊണ്ടേയിരുന്നു. ആസ് ഹി സ്റ്റേർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. അവനിങ്ങനെ ഇളക്കുന്ന അനുസരിച്ചിട്ട് എന്തോ ഒരു പാട്ടും പാടുന്നുണ്ട്, ഒരു മൂളിപ്പാട്ടും പാടുന്നുണ്ട്. വാട്ട് ഡിഡ് ദേ ഡു വിത്ത് ദ ചിക്കൻ. ചിക്കനെ എന്താണ് ചെയ്തത്? ദേ കട്ട് ദ ചിക്കൻ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട് എലോങ് വിത്ത് ക്യാരറ്റ്സ് ഒനിയൻസ് ആൻഡ് ദ സൂപ്പ് സ്റ്റോൺ. അവർ ചിക്കൻ കട്ട് ചെയ്തിട്ട് ഒനിയൻ്റെയും ക്യാരറ്റിൻ്റെയും സൂപ്പ് സ്റ്റോണിൻ്റെയും കൂടെ ഇട്ടു. ഇനി അടുത്ത പിക്ചറിനകത്ത് എല്ലാവരും ലൈനായിട്ട് നിൽക്കുന്നു, പോട്ടിലേക്ക് സൂപ്പ് വിളമ്പുന്ന ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ എന്താണെന്ന് നോക്കാം. ദ ടേസ്റ്റി സൂപ്പ്, രുചികരമായ സൂപ്പ്. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ദ വില്ലേജേഴ്സ് ആസ്ക്ഡ് ഈസ് ദിസ് സൂപ്പ് റെഡി. അപ്പോൾ അക്ഷമരായിട്ടുള്ള ഗ്രാമവാസീസ് എല്ലാവരും കൂടെ ചോദിക്കുകയാണ്, സൂപ്പ് റെഡിയായില്ലേ? ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്സ്. അപ്പോൾ സെഡ് ദ യങ് ട്രാവലർ ലിക്കിങ് ഹിസ് ലിപ്സ്. അപ്പോൾ യങ് ട്രാവലർ എന്ത് ചെയ്തു? സഞ്ചാരി ഒന്നുകൂടി അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് നല്ല സ്മെല്ലും ഉണ്ട്, നല്ല മണവും ഉണ്ട്, നല്ല ആരോമ എന്ന് പറഞ്ഞാൽ ഒരു സ്മെല്ല്, ആ നല്ല സ്മെല്ലും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് എന്ന് പറഞ്ഞ് ഇയാളുടെ ചുണ്ടുകളൊക്കെ നക്കുകയാണ്. ലിക്കിങ് ഹിസ് ലിപ്സ്. നൗ ദ സൂപ്പ് ഈസ് റെഡി ടു സെർവ് ഹി അനൗൺസ്ഡ്. അപ്പോൾ ഇയാൾ അനൗൺസ് ചെയ്യാണ്, സഞ്ചാരി അനൗൺസ് ചെയ്യാം, സൂപ്പ് റെഡിയായി, എല്ലാവർക്കും വിളമ്പി തരാൻ വേണ്ടിയിട്ട് സൂപ്പ് റെഡിയായി എന്ന് പറയും. ദ ഓൾഡ് വുമൻ ഹറി ടു ഗെറ്റ് എ ഫ്യൂ ബൗൾസ്.
അപ്പോൾ ഓൾഡ് വുമൺ എന്ത് ചെയ്തു, വേഗം ഹറീഡ് എന്ന് പറഞ്ഞ് തിരക്ക് പിടിക്കുക, വേഗം പോയിട്ട് കുറച്ച് ബൗളുകൾ എടുത്തിട്ട് വന്നു, ചെറിയ ചെറിയ പാത്രങ്ങൾ എടുത്തിട്ട് വന്നു. ദ യങ് ട്രാവലർ ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ പോട്ട്, cleaned it and put it in his pocket. Then the traveler poured the soup into the bowl on the table. ഇപ്പോൾ ട്രാവലർ എന്ത് ചെയ്തു, ആദ്യം തന്നെ ആ സ്റ്റോണിനെ പുറത്തെടുത്തു, എന്നിട്ട് അത് കഴുകിയിട്ട് അവൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു. അതിന് ശേഷം എന്ത് ചെയ്തു, ഈ സൂപ്പ് അവിടെയുള്ള ബൗൾസിലൊക്കെ ഒഴിച്ചു കൊടുത്തു, സെർവ് ചെയ്ത് കൊടുത്തു. ദ വില്ലേജേഴ്സ് ടേസ്റ്റഡ് ദ സൂപ്പ് ആൻഡ് എക്സ്ക്ലൈംഡ്. ഗ്രാമവാസികളെല്ലാവരും ഈ സൂപ്പ് ടേസ്റ്റ് ചെയ്തു, എന്നിട്ട് എന്താ പറഞ്ഞത്, ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്. ഇത് തീർച്ചയായിട്ടും നല്ല സ്വാദുണ്ട്, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സൂപ്പാണെന്ന് പറയും. പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് വിച്ച് ഷോസ് ദ സൂപ്പ് ഈസ് വെരി ടേസ്റ്റി. സൂപ്പ് ടേസ്റ്റി ആണെന്നുള്ളതിൻ്റെ ഒരു 2-3 സെൻറ്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്. റിയലി ഡെലീഷ്യസ് എന്നുള്ളൊരു സെൻറ്റൻസ് നമുക്ക് ടെക്സ്റ്റിൽ ഉണ്ട്. അപ്പോൾ അതെഴുതി. ദ യങ് ട്രാവലർ ലിക്ഡ് ഹിസ് ലിപ്സ്. ലിപ്സ് വന്നിട്ടില്ല, ഹിസ് ലിപ്സ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് എന്താണെങ്കിലും. അപ്പോൾ ലിക്ഡ് ഹിസ് ലിപ്സ്, ട്രാവലർ സഞ്ചാരിയുടെ ചുണ്ടുകൾ നക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അടുത്ത ദ റിയലൈസേഷൻ, തിരിച്ചറിവ്. റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ്. വി വുഡ് ഓൾസോ ലൈക്ക് ടു മേക്ക് ദ സൂപ്പ്. വെയർ ക്യാൻ വി ഗെറ്റ് സച്ച് എ മാജിക് സ്റ്റോൺ ആസ് ദ വില്ലേജർ. അപ്പോൾ ഈ വില്ലേജർ ചോദിക്കുകയാണ്, എനിക്ക് ഇതുപോലത്തെ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുണ്ട്, ഈ കല്ലുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എനിക്കും ആഗ്രഹമുണ്ട്, അപ്പോൾ ഈ കല്ല് എവിടെ നിന്ന് കിട്ടും, ഈ സൂപ്പിന് ടേസ്റ്റ് കിട്ടിയത് സ്റ്റോൺ സൂപ്പ് എന്നാണല്ലോ പേര് പറഞ്ഞത്, അപ്പോൾ കല്ലിട്ടതുകൊണ്ട് ആണെന്ന് വിചാരിച്ചിട്ട് ഈ കല്ല് എവിടെ കിട്ടും എന്ന് വില്ലേജർ ചോദിക്കും. ദ ട്രാവലർ സ്മൈൽഡ് ആൻഡ് ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് സെഡ്. ഇപ്പോൾ ട്രാവലർ സഞ്ചാരി ചിരിച്ചിട്ട് ഈ സ്റ്റോൺ പുറത്തെടുക്കും, പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്തിട്ട് പറയും, ലുക്ക്, ഇറ്റ് ഈസ് ജസ്റ്റ് എൻ ഓർഡിനറി സ്റ്റോൺ. ദ സൂപ്പ് ടേസ്റ്റഡ് ഗുഡ് ബിക്കോസ് ഓഫ് ഓൾ ദ യമ്മി വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ യു ഷെയർഡ്. നോക്കൂ, ഇത് സാധാരണ, ഓർഡിനറി എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള സാധാരണ ഒരു കല്ലാണിത്. ഈ സൂപ്പ് ടേസ്റ്റി ആയത്, സൂപ്പിന് ഇത്ര രുചി ഉണ്ടായത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റബിൾസും, ഫ്രഷും സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തത് കൊണ്ടാണ്, നിങ്ങൾ അതൊക്കെ പങ്കുവെച്ച് എനിക്ക് കൊണ്ട് തന്ന്, നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അതൊക്കെ കൊണ്ട് തന്നതുകൊണ്ടാണ്, അതെല്ലാം ഇട്ടതുകൊണ്ടാണ് സൂപ്പിന് ടേസ്റ്റ് ഉള്ളതെന്നാണ് ഈ സഞ്ചാരി പറയുന്നത്. ദ വില്ലേജേഴ്സ് വെയർ സർപ്രൈസ്ഡ്. ഇപ്പോൾ ഗ്രാമവാസികൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. ദ മേക്കിംഗ് ഓഫ് ദ സൂപ്പ് ബ്രോട്ട് ദ വില്ലേജേഴ്സ് ടുഗെദർ. അപ്പം ഇങ്ങനെ ഒരു സൂപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് ആ വില്ലേജിലുള്ള എല്ലാവരും, എല്ലാ ഗ്രാമവാസികളും ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം ഉണ്ടായി. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ദേ ഷെയർഡ് ദെയർ ഫുഡ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അപ്പം അന്ന് മുതൽ അവരവരുടെ ഭക്ഷണം എല്ലാവരുടെ ഷെയർ ചെയ്യാൻ തുടങ്ങി, അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഈ സഞ്ചാരി ആ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ എന്താ പറഞ്ഞത്, ഒരു അൺഫ്രണ്ട്ലി വില്ലേജ് ആണെന്നാണ് അല്ലേ, ഒരു സൗഹൃദപരമല്ലാത്തൊരു വില്ലേജാണ്, ഒരു ഗ്രാമമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ സഞ്ചാരി തിരിച്ചു പോകുമ്പോൾ അതൊരു സൗഹൃദപരമായിട്ടുള്ള, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഫുഡ് ഉണ്ടാക്കുകയും അത് ഹാപ്പി ആയിട്ട് കഴിക്കുകയും ചെയ്യുന്നൊരു ഗ്രാമമായി മാറി. ഡു യു തിങ്ക് ദ ട്രാവലർ പ്ലേഡ് എ ട്രിക്ക് ഓൺ ദ വില്ലേജേഴ്സ്? വൈ ഡു യു തിങ്ക് സോ? ട്രാവലർ ആ ഗ്രാമവാസികളുടെ അടുത്തൊരു ട്രിക്ക് പ്ലേ ചെയ്തു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ യെസ്, ഹി പ്ലേഡ് എ ട്രിക്ക് ടു ദ വില്ലേജേഴ്സ് ബിക്കോസ് സൂപ്പ് വിത്ത് സ്റ്റോൺ ഇസ് നോട്ട് റിയൽ. അപ്പോൾ സ്റ്റോൺ കൊണ്ടുള്ള സൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സൂപ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ട്രിക്ക് പ്ലേ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞത്. വാട്ട് ലെസൺ ഡസ് ദ സ്റ്റോറി ദ സ്റ്റോൺ സൂപ്പ് ടീച്ചേഴ്സ്? എന്ത് ലെസനാണ്, എന്ത് പാഠമാണ്, എന്ത് ഗുണപാഠമാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്? ദ സ്റ്റോറി റിമൈൻഡ് അസ് ടു ഷെയർ ആൻഡ് കെയർ. ഇപ്പോൾ ഷെയറിങ്ങും കെയറിങ്ങും ആണ് ഈ സ്റ്റോറി നമുക്ക് തരുന്ന ഒരു ഗുണപാഠം. ഇനി അടുത്തത് ഗ്ലോസറി ആണ്, മീനിങ്സ് ഉണ്ട്. ഈ മീനിങ്സ് സ്റ്റോറിയിലുള്ള വേർഡ്സിൻ്റെ മീനിങ്സ് ആണ്. മാച്ച് ദ ഫോളോയിങ്. ആക്ടിവിറ്റി 1, ഡ്രോ ലൈൻസ് ടു മാച്ച് ദ ക്യാരക്ടേഴ്സ് വിത്ത് ദിയർ ആക്ഷൻ ഫ്രം ദ സ്റ്റോറി. അപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്, അവരുടെ ആക്ഷനും തന്നിട്ടുണ്ട്, അത് ഒന്ന് മാച്ച് ചെയ്യാം. ആദ്യത്തത് ഓൾഡ് വിമൻ ആണ്, പുട്ട് ദ പോട്ട് ഓൺ ദ ഫയർ. രണ്ടാമത്തത് ഒരു ഓൾഡ് മാൻ ആണ്, ഇദ്ദേഹമാണ് ചിക്കൻ കൊടുത്തത്, ബ്രോട്ട് ചിക്കൻ. നെക്സ്റ്റ് ഒരു യങ് ലേഡിയാണ്, അവരാണ് ക്യാരറ്റ്സ് കൊണ്ടുവന്ന് കൊടുത്തത്, ആഡ് ക്യാരറ്റ്സ്. ലാസ്റ്റ് ഉള്ള പിക്ചർ നമ്മുടെ ട്രാവലറിൻ്റെ ആണ്, പുട്ട് എ സ്റ്റോൺ ഇൻ ടു ദ പോട്ട്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു ക്യാൻ എവർ ഇമാജിൻ, ദ ട്രാവലർ സെഡ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാട്ടിലും അപ്പുറം ടേസ്റ്റിയാണിത്.
രുചികരമാണിതെന്ന് ട്രാവലർ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ. അപ്പോൾ ആസ് ടേസ്റ്റി ആസ് എന്നുള്ള ആ ഒരു ഫ്രേസാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ദ എക്സ്പ്രഷൻ അണ്ടർലൈൻഡ്, റീഡ് ദ എക്സ്പ്രഷൻ അണ്ടർലൈൻ. അപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ എന്താണ്? ആസ് ടേസ്റ്റി ആസ്. അപ്പോൾ ആസ് എഴുതിയിട്ട് ഒരു അഡ്ജക്റ്റീവ് എഴുതി വീണ്ടും ഒരു ആസ് എഴുതുക. അതാണ് ഈ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ ചെയ്യാനുള്ളത്. ഇനി അടുത്തത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ള മീനിങ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് റീറൈറ്റ് ചെയ്യുക പാരഗ്രാഫ് മുഴുവനായിട്ട്. ആക്ടിവിറ്റി ആൻഡ് യൂസ് ചെയ്തിട്ട് 2 സെൻറ്റൻസ് കമ്പൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ വിൽ ഗെറ്റ് സം carrots from my garden. ഇതിൽ I will go and get some carrots from my garden. A young traveler had been walking all day and reached a small village. The soup is delicious and fulfilling. He drank the soup and continued his journey. He was very hungry and exhausted. ഇങ്ങനെയാണ് നമ്മൾ അത് ജോയിൻ ചെയ്ത് എഴുതേണ്ടത്. നെക്സ്റ്റ് ഒരു പിക്ചർ സ്റ്റോറിയാണ്. അത് നമ്മൾ റീഡ് ചെയ്യാനുള്ളതാണ്. റീഡിങ് ആക്ടിവിറ്റിയാണ്. ഒരു പിക്ചർ സ്റ്റോറി. അതിനകത്ത് പിക്ചേഴ്സായിട്ട് തന്നിരിക്കുന്ന എല്ലാത്തിനെയും ആ വേർഡാണ് നമ്മൾ പറയേണ്ടത്. ചെറി, ഫ്രിഡ്ജ്, ഹൗസ്, ഇയറിംഗ്, ഫ്രൂട്ട്സ്, അങ്ങനെ വേർഡ്സ് നമ്മൾ പറയുക. ഇനി അടുത്തത് വന്നിട്ട് ഹാസ് ആണോ ഹാവ് ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഐ വി ദേ വരുമ്പോൾ ഹാവും, ഷീയും ഹിയും വരുമ്പോൾ ഹാസും ആണ് യൂസ് ചെയ്യേണ്ടത്. ആ സെൻറ്റൻസുകൾ ഞാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഐയും വിയും ദേയും വരുമ്പോൾ ഹാവും, ഷീയും ഹിയും വരുമ്പോൾ ഹാസും ആണ് യൂസ് ചെയ്യാനുള്ളത്. നമ്മളൊരു നോട്ടീസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റിയാണ്. ഒരു ഡിജിറ്റലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അതല്ല താഴെ തന്നിരിക്കുന്ന ആ ബോക്സിൽ വരയ്ക്കാനാണെങ്കിൽ അങ്ങനെ. ഒരു ഫ്രൂട്ട് സ്റ്റോളിൻ്റെ ഒരു ഫ്രൂട്ട് ഷോപ്പിൻ്റെ ഒരു നോട്ടീസ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ വില്ലേജിലുള്ള വില്ലേജേഴ്സ് ഒരു ഫ്രീ ഫുഡ് കോർണർ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ബോർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിജിറ്റൽ ബോർഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് വരയ്ക്കുകയും ചെയ്യാം. അപ്പോൾ താഴെ നമുക്ക് അതിനുള്ളൊരു സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിലും മനോഹരമാക്കി ചെയ്യുക. ഫ്രൂട്ട്സിൻ്റെയൊക്കെ പിക്ചേഴ്സ് ആഡ് ചെയ്യുക. എനിക്ക് ആ പിക്ചേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സിൻ്റെയൊക്കെ പിക്ചറൊക്കെ എല്ലാം ആഡ് ചെയ്യുക. അതുപോലെ ഫുഡിൻ്റെ പിക്ചേഴ്സ് ആഡ് ചെയ്യുക. ഡ്രിങ്ക്, പലതരം ജ്യൂസുകളുടെ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് പിക്ചറും അതിന് കീഴിൽ ഓരോ പിക്ചറും എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഓർഡർ ആക്കുക. ഓർഡർ ദ പിക്ചറാണ് ഈ ഒരു ടാസ്ക്. പിക്ചർ ഓർഡർ ആക്കി താഴെ ബോക്സിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് മനസ്സിലാക്കുക. അടുത്ത ആക്ടിവിറ്റി ജംബിൾഡ് വേർഡ്സ് ആണ്. ഈ ജംബിൾഡ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് വേർഡ്സ് ആക്കി മാറ്റുക. എന്നിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ ബോക്സിലുള്ള ലെറ്റേഴ്സ് മാത്രം താഴെ തന്നിരിക്കുന്ന സ്പേസിൽ എഴുതുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ദ സ്റ്റോൺ സൂപ്പ് എന്നാണ് ആൻസർ കിട്ടുന്നത്. ആ ആക്ടിവിറ്റിയും ഒന്ന് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.